പ്രിയദർശിനി കലാ സാംസ്കാരിക സംഘടനയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് അടുത്തത്. കേരളത്തിലെ കലാസ്നേഹികൾക്ക് സുപരിചിതനായ നടനും നിർമ്മാതാവും സംവിധായകനുമെല്ലാമായ ശ്രീ മേജർ രവിസാറിനെ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനും രണ്ട് വാക്ക് സംസാരിക്കുന്നതിനുമായി ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. Honorable Vice Chancellor and ബഹുമാന്യരായ വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരെ, ഒരു കലാപരിപാടി, കല എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ ജനിച്ചാൽ ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രത്യേകതരം വികാരമാണ്. അതുകൊണ്ടായിരിക്കാം പലപ്പോഴും എൻ്റെ അടുത്ത് പലരും ചോദിച്ചൊരു പട്ടാളക്കാരൻ കമാൻഡോ എങ്ങനെ സിനിമാ ഡയറക്ടറായി എന്ന്. ഞാനെന്തോ കുറ്റം ചെയ്ത പോലെയായിരുന്നു അന്നത്തേക്ക് ചോദ്യം. എന്തുകൊണ്ട് പട്ടാളക്കാരനെ ചിന്തിച്ചൂടാ? പട്ടാളക്കാരൻ്റെ ഉള്ളിലുണ്ട് ഒരു റൊമാൻറ്റിക് മൈൻഡ്, ഒരു കില്ലേഴ്സ് മൈൻഡ്, സ്നേഹമുള്ളൊരു മനസ്സ്. അവനുണ്ട് അച്ഛനുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. പക്ഷെ ഞങ്ങൾ പലപ്പോഴും സ്നേഹം കാണിക്കാൻ ചിലപ്പോൾ കുറച്ച് പിശുക്ക് കാണിക്കാറുണ്ട്. അത് കാണിക്കാൻ അറിയാനിട്ടല്ല. എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കുന്ന സമയത്ത് 1988 ഡിസംബർ 30 ആയിരുന്നു കല്യാണം. പ്രോപ്പർ അറേഞ്ച് മാരേജ്. കുറേ പ്രേമൊക്കെ അതിന് മുമ്പ് നടത്തി, പക്ഷെ ഒന്നും നടന്നില്ല. പിന്നെ അവസാനം അറേഞ്ച് മാരേജ് നടത്തേണ്ടി വന്നു. അത് കഴിഞ്ഞ് ഭാര്യയും കൊണ്ട് ഡൽഹിയിൽ ചെന്നപ്പോഴാണ് റുബയ്യ സൈദി എന്ന് പറയുന്ന അന്നത്തെ ഹോം മിനിസ്റ്ററുടെ മകളെ കാശ്മീരി മിലിറ്റൻസ് തട്ടിക്കൊണ്ടുപോയി എന്നുള്ള ന്യൂസ് കിട്ടുന്നു. എനിക്കന്ന് അക്കോമഡേഷൻ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ എൻ്റെ ഭാര്യയെ ഒരു മെസ്സിനകത്ത് കൊണ്ടിട്ട് ഞാൻ NSG കമാൻഡോസിലേക്ക് കാലത്ത് പോയതാണ് നോർമൽ ഡ്യൂട്ടിക്ക്. അവിടെ നിന്നാണ് പെട്ടെന്ന് ഇങ്ങനെ റുബയ്യ സൈദി കിഡ്നാപ്ഡ്, ഓൾ ഓഫ് യു ഹാവ് ടു ഗോ ടു കാശ്മീർ എന്നുള്ളത്. ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ ഓപ്പറേഷനായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ത്രില്ലുണ്ടായിരുന്നു. ആ സമയത്ത് ആ ത്രില്ലിൻ്റെ കാരണം ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ജീവനോട് ഇനി ഒരാളെ വെടിവെച്ച് കൊല്ലാൻ കിട്ടുന്നൊരു ചാൻസ് എന്നുള്ളത് ആസ് എ കമാൻഡോ. സോ ആ ത്രില്ലിൽ ഞാൻ മറന്നു ഞാൻ കല്യാണം കഴിച്ചൊരു കുട്ടീനെ അവിടെ റൂമിലിട്ടിട്ട് വന്നിട്ടുണ്ടെന്നുള്ളത്. അന്ന് ഇതുപോലെ മൊബൈൽ ഫോണോ ധാരാളം ടെലിഫോണുകളൊന്നുമില്ല. അവിടെ പോയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ റിയലൈസ് ചെയ്യുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടൊരാളവിടെ ഉണ്ട്. സത്യമാണത്. അതും കാരണം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ വന്ന് അവളെ പിക്കപ്പ് ചെയ്ത് കൊണ്ടുപോയി അവരുടെ വീട്ടിൽ താമസിപ്പിച്ചതിന് ശേഷം എനിക്ക് വയർലെസ്സിലാണ് കാശ്മീരിലേക്ക് മെസ്സേജ് വരുന്നത്, നിന്റെ ഭാര്യ ഹിതേഷ് ലവൻ്റെ അമ്മ പിടിച്ചുകൊണ്ട് വീട്ടിൽ കൊണ്ടിട്ടുണ്ട്, സേഫാണ്, ഡോണ്ട് വറി എന്ന്. സത്യം പറഞ്ഞാൽ ഒരു കുറ്റബോധം അവരോടെ ഉണ്ട്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഞങ്ങൾക്ക് ഇതുപോലുള്ള പേഴ്സണൽ പ്രശ്നത്തിന് കുറ്റബോധം തോന്നാനുള്ള അവകാശം പോലുമില്ല. ബിക്കോസ് സ്വന്തം ഭാര്യ, അച്ഛനമ്മ, മക്കൾ, അവർക്കുള്ള സ്ഥാനം ഞാൻ വിചാരിക്കുന്നത് പട്ടാളത്തിൻ്റെ യൂണിഫോം ഇട്ടിട്ട് കടമ നിർവഹിക്കുന്നൊരു പട്ടാളക്കാരനാണെങ്കിൽ അവരുടെ സ്ഥാനം എപ്പോഴും അവസാനമായിരിക്കും.
ആ അവസാനത്തിൻ്റെ അതാണ് അവരുടെ സാക്രിഫൈസ് എന്ന് പറയുന്നത്. എൻ്റെ ശവശരീരമാണ് വീട്ടിൽ വരുന്നതെങ്കിലും നിങ്ങളെല്ലാം ആദരിക്കുന്ന ആ പട്ടാളക്കാരൻ്റെ കുടുംബങ്ങളെയും അവരോടാണ് സഹതാപം കാണിക്കുന്നത്. അവരോട് സഹതാപം കാണിക്കുന്ന സമയത്ത് അവരത് അർഹിക്കുന്നുണ്ട്. കാരണം അവരവരുടെ മകനെ രാജ്യത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. സോ അവർക്കിരുന്ന് കരയാനുള്ള അധികാരം പോലുമില്ല. ഗവൺമെന്റിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ നാട്ടുകാരുടെ അടുത്തുനിന്നോ എൻ്റെ മകൻ പോയി എന്നോട് സഹതാപം കാണിക്കൂ എന്ന് പറയാനുള്ള അധികാരമില്ലാത്ത അച്ഛനമ്മമാരുടെ മക്കളാണ് ഈ പട്ടാളക്കാർ. They cannot say that. I tell my father, mother, that we are not supposed to demand anything. അപ്പൊ അങ്ങനെയുള്ളൊരു പട്ടാളക്കാരൻ രാജ്യത്തിന് വേണ്ടിയിട്ട്, അന്ന് സത്യം പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടിയിട്ട് എന്നുള്ളതല്ല, കയ്യിലൊരു തോക്കും മുന്നിൽ നിൽക്കുന്ന ശത്രു എന്ന് പറയുന്ന സമയത്ത് പിന്നെ പിറകിലോട്ടൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. പിറകിൽ ആരുണ്ട്? കൊച്ചുമോൻ കല്യാണം കഴിച്ച് 10-ാം മാസം ആദ്യത്തെ മകനും ജനിച്ചു, അവനും വളരുന്നുണ്ട്. പക്ഷെ എൻ്റെ കമാൻഡോ ലൈഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ വി ഡോണ്ട് ഈവൻ ബോദർ ഫോർ ദാറ്റ്. ആ മനസ്സിൻ്റെ ഉള്ളിലും ഒരു കലയുണ്ടായിരുന്നു. കല എന്ന് പറയുന്ന കിട്ടുന്ന സമയത്ത് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. കാശ്മീരിൽ ഈ ഹോട്ടലെന്ന് ഓടി പലപ്പോഴും നമ്മൾ ഡിസ്കസ്റ്റഡ് ആവുന്ന സിറ്റുവേഷൻസ് വരുന്നു. റുബയ്യ സൈദി എന്ന് പറയുന്ന ഹോം മിനിസ്റ്റർ മുഫ്തി മുഹമ്മദ് സൈദിയുടെ മകള് ഒളിച്ചിരിക്കുന്ന താവളം, മിലിറ്റൻസും കൂടെ ഒളിച്ച് ഇരിക്കുന്ന താവളം ഞങ്ങൾ കമാൻഡോസ് സ്പോട്ട് ചെയ്തതിന് ശേഷം ഗവൺമെന്റിൽ നിന്ന് ഉത്തരവ് വന്നില്ല ഓപ്പറേഷൻ ചെയ്യാൻ. കാരണം അത് ഹോം മിനിസ്റ്ററുടെ മകളായിപ്പോയി. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനെ അന്ന് വിറ്റു. ആ മിലിറ്റൻസിനെ തിരിച്ചു കൊടുത്ത് ഞങ്ങളെപ്പോലുള്ള കമാൻഡോസിന് വെറുതെ ഒരു പണിയില്ലാതെ ഞങ്ങളെ തിരിച്ചു വിളിച്ചു. സോ ദിസ് ഇസ് എ ടൈം ആസ് എ പ്രൊഫഷണൽ കമാൻഡോ വി ഫീൽ ഡിജക്റ്റഡ്. Why do you have to spend so much of time to train us? Why do you have to spend so much of money? That is you people, we people pay the income tax. എന്നിട്ടാണ് ഞങ്ങളെപ്പോലൊരു കമാൻഡോസിനെ വളർത്തിയെടുക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ കോർണർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലല്ല, എന്നിട്ട് ഇവരുടെ ഏതെങ്കിലും ഒരു ഉണ്ട ഏതെങ്കിലും സൈഡിൽ കൂടെ പോയിട്ട് എൻ്റെ മകൾക്ക് തട്ടിയെങ്കിലോ, അവിടെയാണ് സെൽഫിഷ്നെസ് ഓഫ് എ മിനിസ്റ്റർ കെയിം. ടുഡേ ഐ ആം ഓപ്പൺലി സേയിങ് ദാറ്റ് അവർക്കൊണ്ട് ഈ രാജ്യസ്നേഹം എന്നുള്ള പറയുന്ന അവിടെ വരുന്ന സമയത്ത് അവരും അവരുടെ സ്വന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്, നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് വലുതെന്നുള്ളത് ചിന്തിക്കേണ്ടതായിരുന്നു. സോ ഞങ്ങളിപ്പോൾ ആൾക്കാർ ഇതെല്ലാം കടമ്പകളും കടന്നിട്ട് തിരിച്ചിതെല്ലാം കൂടെ മടക്കി വയ്ക്കും. 24 വർഷം ഞാൻ സർവീസ് ചെയ്തു. ഇതെല്ലാം വെച്ച് ഡിസ്കസ്ഡ് ആയിട്ട് ഓക്കെ, നൗ ഇനഫ് ഇസ് ഇനഫ്, നൗ ലെറ്റ് മീ ഗെറ്റ് ഔട്ട്. പുറത്തു വന്ന് ചിന്തിച്ചു എന്ത് ചെയ്യണമെന്ന്. സാധാരണക്കാരായ ഞങ്ങൾ പട്ടാളക്കാർ ആദ്യം നോക്കുന്ന ജോലി യൂണിവേഴ്സിറ്റിയിലെ സെക്യൂരിറ്റി മാനേജറുടെ ജോലിയുണ്ടോ അല്ലെങ്കിൽ മറ്റിടത്ത് സെക്യൂരിറ്റി മാനേജർ, ഈ ഒരൊറ്റ പോസ്റ്റേ ഞങ്ങൾക്ക് അറിയുള്ളൂ. അതിപ്പോൾ എൻ്റെ അടുത്ത് നിൽക്കുന്ന പട്ടാളക്കാർ സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങൾ അത്രയേ വളർന്നിട്ടുള്ളൂ. ബിക്കോസ് വി തിങ്ക് വി ആർ ഓൺലി കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ് സെക്യൂരിറ്റി ജോബ്. ഞാൻ അതിനൊക്കെ മാറിയെന്ന് ചിന്തിച്ചു. എന്നും സിനിമ കാണാറുണ്ട്, രാവും പകലും സിനിമ കാണുന്ന ഒരു ഭ്രാന്തുണ്ടായിരുന്നു. കിട്ടുന്ന സമയത്തെല്ലാം സിനിമ കാണും. അത് പലപ്പോഴും അക്കാഡമി പഠിക്കുന്ന സമയത്ത് സിനിമ കാണാൻ പോയതിന് പനിഷ്മെന്റ് വാങ്ങിച്ചിട്ടുള്ള കുറേ പനിഷ്മെന്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് വി ആർ നോട്ട് സപ്പോസ് ടു സ്റ്റേ ഔട്ട്സൈഡ് ദ ക്യാമ്പസ് ആഫ്റ്റർ എ പർട്ടിക്കുലർ ടൈം. ബട്ട് ജനറലി സിനിമ ആ സമയത്ത് അവരുടെ ടൈമിന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കഴിയാറില്ല. കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് എങ്ങനെയായാലും പിടിക്കപ്പെടും, പനിഷ്മെന്റും കിട്ടിയിട്ടില്ല. പക്ഷെ ഒരുപക്ഷെ അതൊക്കെ ആയിരിക്കാം എൻ്റെ ആ കല, കമാൻഡോയ്ക്കകത്ത് ഒളിച്ചിരുന്നിരുന്ന ഒരു കലാവാസനയായിരിക്കാം ഈ ഡയറക്ടറായിട്ട് പുറത്തോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ അവിടെയും നമുക്കൊരു കടപ്പാടുണ്ട്. നിങ്ങളോട് ഞാൻ ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്ന കാരണം, യു ആർ ഓൾ എംപ്ലോയീസ്, യു ആർ ഓൾ റെസ്പോൺസിബിൾ സിറ്റിസൺസ് ഹു ഈസ് ആൻസറബിൾ ടു ദ പബ്ലിക് ഫോർ വാട്ട്സ് എവർ യു ആർ ഡൂയിങ്. ആ സമയത്ത് നമുക്ക് കിട്ടുന്ന, നിങ്ങളിങ്ങനെ ഒരു കൂട്ടായ്മയിൽ ഒരു കലാസാംസ്കാരിക സംഘടന രൂപീകരിക്കുന്ന സമയത്ത്, ഞാൻ 4 സിനിമകൾ കഴിഞ്ഞ സിനിമകൾ ചെയ്തു, എല്ലാം പട്ടാള പടങ്ങളായിരുന്നു. എല്ലാറ്റിലും ഞാനൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിച്ചു. കാരണം നമ്മൾ കലയിൽ കൂടെ നമ്മൾക്ക് ഈ മെസ്സേജ് ഏറ്റവും അധികം സ്പീഡായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു കല, അത് നമ്മളെന്നുള്ള കലാകാരൻ, ഒരു നാടകത്തിൻ്റെ ഡയറക്ടറാണെങ്കിലും ശരി, അഭിനയിക്കുന്ന നടനാണെങ്കിലും ശരി, നമ്മൾക്ക് ആ കടമയുണ്ട് സമൂഹത്തിന് വേണ്ടിയിട്ട്. അല്ല വെറുതെ കുറെ വളിപ്പിടിച്ചു ചിരിച്ചു അങ്ങ് പോയി, അത് സംഭവിക്കാം. പക്ഷെ എല്ലാവരും വേസ്റ്റ് ചെയ്യുന്നുണ്ട് ടൈം. ആ ടൈം വേസ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട് നമുക്ക് നല്ലതായിട്ടുള്ള ചില മെസ്സേജുകൾ
ചിലയിടത്ത് നമുക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ പലർക്കും ചിന്തിക്കാൻ സാധിക്കും. അതുകൊണ്ടായിരുന്നു എൻ്റെ ആദ്യത്തെ കീർത്തിചക്ര എന്നുള്ള സിനിമയിൽ തന്നെ ഞാൻ ടച്ച് ചെയ്തൊരു കാര്യം, ഇവിടെ നടക്കുന്ന ഹിന്ദു മുസ്ലിം റൈവൽറി. ഇത് നല്ലപോലെ കണ്ടിട്ടുള്ളത് കൊണ്ടും കാശ്മീരിൽ നടക്കുന്ന എന്താണെന്ന് നല്ലപോലെ അറിഞ്ഞതുകൊണ്ടും ആയിരുന്നു ഞാൻ ആ സബ്ജക്റ്റ് എടുത്ത് എഴുതിയത്. അതെഴുതിയിട്ട് അവസാനത്തെ ആ റേപ്പ് സീക്വൻസ് വരുന്ന സമയത്ത് എനിക്കൊരു 4 ഡയലോഗ് എഴുതാൻ വേണ്ടി ഞാൻ മുഴുവൻ ഖുറാനും ഇരുന്ന് വായിക്കേണ്ടി വന്നു. ബിക്കോസ് ഈ ജിഹാദ് എന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് എന്തിവിടെ നടക്കുന്നു. അപ്പൊ അവിടെയാണ് ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് സമൂഹത്തിനോടുള്ള കടപ്പാട് ചെയ്യുന്ന സമയത്ത് വി ഷുഡ് നോ വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ്. ഇന്ന് പല കുട്ടികളും ചരിത്രങ്ങൾ, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ചരിത്രം ഇങ്ങനെ പഠിക്കും. ഇന്നിപ്പോൾ ആ ചരിത്രം പോലും പാഠപുസ്തകങ്ങളിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചരിത്രം വായിച്ചു പോകും, പക്ഷേ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വി ഡോണ്ട് റീഡ്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഇസ് ഹിഡൻ ഇൻ ബിറ്റ്വീൻ. അത് നമ്മളാരും നോക്കുന്നില്ല. അത് നമ്മളെപ്പോലുള്ള ആൾക്കാർ, നമുക്കിപ്പോൾ സെറ്റിലായി, മാസം ശമ്പളം കിട്ടുന്നുണ്ട്, സേഫാണ്. ദിസ് ഇസ് ദ ടൈം യു പീപ്പിൾ ഹാവ് ടു ഡു സംതിങ് ലൈക്ക് ടേക്ക് ഔട്ട് സർട്ടൻ തിങ്സ് വിച്ച് ദ പബ്ലിക് വാണ്ട്സ് ടു നോ ഇറ്റ്. അതൊരു നാടകമായിട്ടാവാം, ഒരു പാട്ടായിട്ടാവാം, ഒരു കഥയായിട്ടാവാം. അത് വരുമ്പോഴാണ്, അതുകൊണ്ടാണ് എൻ്റെ ഓരോ സിനിമകളിലും ഞാനൊരു മെസ്സേജ് കൊടുത്ത് ആ മെസ്സേജിൽ കൂടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമ കഴിഞ്ഞ് ഇറക്കുന്ന സമയത്ത് എൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സിനിമ മലപ്പുറം കോഴിക്കോട് സൈഡിലൊന്നും ഓടില്ലാന്ന്, മുസ്ലിം ബെൽറ്റാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഏറ്റവും അധികം കളക്ഷൻ വന്നത് ആ ബെൽറ്റിൽ നിന്നായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഈ ബെൽറ്റിൽ നിന്നായിരുന്നു. ഗുരുവായൂർ സിനിമ കാണാൻ വേണ്ടി 35-ാം ദിവസം ഞാൻ കയറി ചെല്ലുന്ന സമയത്ത് സെക്കൻഡ് ഷോയ്ക്ക് ഇന്റർവെൽ സമയത്ത് അവിടെ 6 എല്ലാം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വരുമ്പോൾ 2 ബുർക്കയിട്ട സ്ത്രീകളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. എന്നെ കണ്ട് ബുർക്ക പൊക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾ സാറിനൊന്ന് കാണാൻ വേണ്ടി നിന്നാണെന്ന്. ഞാൻ പറഞ്ഞു, ഓ സന്തോഷമുണ്ട്, സിനിമ കാണണം. അതെ, വളരെയധികം ഇഷ്ടപ്പെട്ടു സാർ. ഞാൻ പറഞ്ഞു, സിനിമ തുടങ്ങി, നിങ്ങൾ അതിലേക്ക് കയറിക്കൊള്ളുന്നു. ഇല്ല സാർ, ഞങ്ങളിത് 3ാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. സോ ജസ്റ്റ് ഇമാജിൻ, എൻ്റെ അവാർഡ് അതായിരുന്നു. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എന്ത് കൺവേ ചെയ്യാൻ ആഗ്രഹിച്ചോ അത് ശരിക്കും ജനങ്ങളുടെ മനസ്സിലോട്ട് കയറി ചെന്നു. അവിടെയാണ് ഒരു കലാകാരൻ നമ്മൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ. അവാർഡ് ഇപ്പോൾ ഈ ചാനലിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഇസ്, ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. അത് വരുന്നതൊക്കെ ലിസ്റ്റ് ഇട്ടിട്ട് ആൾക്കാർ അത്രയ്ക്ക് വേണം, അതിനനുസരിച്ച് അവാർഡുകൾ വരും. അതല്ല, ഈ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അപ്രിസിയേഷൻ, ദാറ്റ് ഈസ് വാട്ട്. എന്തുകൊണ്ട് ഞാൻ ആ രാജീവ് ഗാന്ധി വധക്കേസിൻ്റെ സിനിമ എടുത്തു, മിഷൻ 90 ഡേയ്സ്. അതിൽ അവസാനത്തെ ഡയലോഗ് മമ്മൂക്ക പറയുന്നത്, അതിലൊരു 4 ലെറ്റർ വേർഡ് അടക്കം ഉണ്ടായിരുന്നു. സെൻസർ അടക്കം അത് കട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് അവസാനം ഞാൻ കൺവിൻസ് ചെയ്തിട്ടാണ് ആ വേർഡ് ത്രൂ ആയിട്ട് സിനിമയിലേക്ക് വന്നിരിക്കുന്നത്. അതൊരു കമാൻഡോ, ഞാനെന്ന കമാൻഡോയുടെ ഫ്രസ്ട്രേഷനായിരുന്നു. 48 മണിക്കൂർ ഈ ശിവരാസൻ എന്നുള്ളവൻ 3 അടി ദൂരത്ത് വേറൊരു മതിലിനപ്പുറത്ത് വാതിലിരിക്കുന്നു, ഞാൻ ഇപ്പുറത്തും ഇരിക്കുന്നു, എൻ്റെ 6 പേരും. ഞങ്ങൾക്ക് ആ വാതിലോട്ട് കയറാൻ ഗവൺമെന്റിന്റെ പെർമിഷൻ ഇല്ല. ഗവൺമെന്റിന്റെ പെർമിഷൻ ഉണ്ട്, പക്ഷേ മിസ്റ്റർ ഡോക്ടർ D.R. Karthikeyan, so called the man who was leading, he didn't give the permission. Now for what? അദ്ദേഹം പറഞ്ഞു, ഞാൻ വന്നിട്ട് ചെയ്താൽ മതി. അദ്ദേഹം വന്നാലും ചെയ്യേണ്ടത് ഈ മേജർ രവി തന്നെയായിരുന്നു. അത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. പക്ഷെ അവിടെ നഷ്ടപ്പെട്ടത് സർപ്രൈസ് എലിമെന്റ്. ഞങ്ങളൊരു കമാൻഡോ ഒരു മിലിറ്ററിനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ സൂപ്പർ ഹ്യൂമൻ അല്ല. വി ആർ ഓൾ നോർമൽ ഹ്യൂമൻ ബീയിങ്സ് ലൈക്ക് യു, ബട്ട് വി വർക്ക് ഓൺ ദ സർപ്രൈസ് എലിമെന്റ്. മറ്റാൾ വിചാരിക്കാതിരിക്കുന്ന സമയത്തായിരിക്കും അവൻ്റെ പിറകെ നടിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് എ കമാൻഡോ. ആ സർപ്രൈസ് മുഴുവൻ ജോപ്പഡൈസ് ചെയ്തിട്ട് ഇത്രയും വലിയൊരു ഓപ്പറേഷനെ തൊലച്ച് 48 മണിക്കൂറിൽ ആഹാരവും ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഈ കമാൻഡോസ് പുറത്തു വരുമ്പോൾ ഈ മനുഷ്യൻ നിന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കേണൽ ദത്ത, യു ഷുഡ് റെക്കമെൻഡ് ഹിം ഫോർ എ മെഡൽ എന്ന്. അപ്പോഴാണ് എൻ്റെ ബേസ്റ്റ് ഔട്ട് വരുന്നത്. ഐ വോണ്ടഡ് ടു ടെൽ ദ പീപ്പിൾ, അല്ലെങ്കിൽ എനിക്ക് മമ്മൂക്കാനെ കൊണ്ട് ആ ശിവരാസനും ഗ്യാങ്ങിനെയൊക്കെ വെടിവെച്ച് കൊല്ലിപ്പിച്ച് ഒരു ത്രില്ലിംഗ് ക്ലൈമാക്സ് ആക്കാമായിരുന്നു. പക്ഷെ ഐ സെഡ് ദ ട്രൂ സ്റ്റോറി വാട്ട് ഹാപ്പൻഡ്. അതിളക്കി പലയിടത്തും ക്വസ്റ്റ്യൻസ് വരാൻ തുടങ്ങി. ഇന്നിപ്പോൾ അതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ട് ദിസ് വാസ് ഡിലേഡ്? ദർ വിൽ ബി സം റീസൺ. So we got a commitment to the society to know the truth, what exactly happened. ഈ പേപ്പറിൽ വായിക്കുന്നത് മാത്രമല്ല, അതിൻ്റെ പിറകിലും പലതുമുണ്ട്. അത് നമ്മളെപ്പോലുള്ള കലാകാരന്മാർക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം ഞാൻ ചെയ്യുന്ന ഈ കർമ്മയോദ്ധ എന്നുള്ള സിനിമയും ഇതുപോലെ കാലത്ത് പേപ്പർ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ 3ാമത്തെ കോളത്തിൽ കാണുന്ന കുറേ കോളംസ് ഉണ്ട്. 12 വയസ്സുകാരിയെ രണ്ടാനച്ഛൻ പീഡിപ്പിച്ചു, 13 വയസ്സുകാരിയെ അയൽക്കാരൻ പീഡിപ്പിച്ചു. ഇങ്ങനെയുള്ള ന്യൂസുകൾ കണ്ടിട്ടാണ് ഞാൻ ഈ കഥ എഴുതുന്നത്. അതുപോലെ ഒരു ന്യൂസ് കണ്ടിരുന്നു ഹിന്ദുവിലെ ഫ്രണ്ട് പേജിൽ, ഗേൾസ് മൊബൈൽ സെൽ നമ്പേഴ്സ് ഓൺ സെയിൽ. പെൺകുട്ടികളുടെ മൊബൈൽ നമ്പേഴ്സ് സെയിലിനുണ്ടെന്ന്. ശരിയാണ്. ഈ
ഫോൺ റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവിടുന്ന് അവന്മാർ അതടിച്ച് മാറ്റി ഇത് ഈ വായ നോക്കികൾക്ക് പാസ് ചെയ്ത് കൊടുത്തിട്ട് 1000-2000 രൂപ വാങ്ങിച്ച് ഇവർ കുത്തിയിരുന്ന് മിസ് കോൾ അടിച്ചിട്ട് പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യുന്ന ഒരു സമൂഹം. ഇതെല്ലാം കണ്ടപ്പോൾ വിചാരിച്ചു, ഓക്കെ, ദിസ് ഇസ് ദ ബെസ്റ്റ് തിങ്, ഐ ഷുഡ് ഡു ഇറ്റ്. എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? വീട്ടിൽ വളർന്നു വരുന്ന പെൺകുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് ഇന്ന് വീട്ടിൽ വയസ്സന്മാരെയും മുത്തശ്ശിമാരെയും കാണാനില്ല. അനാഥാശ്രമങ്ങളിൽ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ബിക്കോസ് വി വാണ്ട് ഫ്രീഡം. എൻ്റെ കുട്ടി വളരുന്നു, അവരുടെ ഇറിറ്റേഷൻ പറ്റില്ല, നാമം ചൊല്ലാൻ പറയുന്നത് എനിക്ക് പിടിക്കുന്നില്ല, ആ കുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പം എൻ്റെ ഫ്രീഡം ശരിയല്ല. പിന്നെ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ അത് പിന്നെ എൻ്റെ അച്ഛനും അമ്മയല്ല, ഇങ്ങനെയും തുടങ്ങി എല്ലാം കൂടെ ആയിട്ട് ഈ വയസ്സന്മാരെല്ലാം ഇപ്പോൾ എവിടെയും കാണാനില്ല. അപ്പം എന്താണ് ഈ സിനിമയ്ക്കകത്ത് ഞാൻ അതുമാണ് കാണിക്കുന്നത്. ഈ ജോയിന്റ് ഫാമിലി സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ നെട്ടോട്ടം ഓടിയിട്ട് ശമ്പളം ഉണ്ടാക്കിയിട്ട് അത് തിരിച്ചു കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും കുറേ ഗ്യാപ്പ് ടൈമിങ്സ് ഉണ്ട്. ഈ സമയത്തെല്ലാം ഈ കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാൻ ആളില്ല. നേരെ മറിച്ച് എൻ്റെ അച്ഛനോ എൻ്റെ അമ്മയോ വീട്ടിലുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും അവരെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നീ എന്താ കമ്പ്യൂട്ടറിന് മുകളിലിരിക്കുന്നത്, നീ എന്താ മൊബൈലിൻ്റെ മുകളിലിരിക്കുന്നത്. അവർക്കതൊരു സുഖമാണ്. കാരണം അവർക്ക് സുഖമല്ലാതെ അവർക്കൊരു ഇൻസെക്യൂരിറ്റിയാണ്, ഒരു ആദിയാണ് മനസ്സിലായത്. അവർ കണ്ടൊരു സമൂഹമുണ്ട്, വളരെ സേഫായിരുന്നു. ജോയിന്റ് ഫാമിലി സിസ്റ്റം, ഒരു കൂട്ടുകുടുംബം. ഇന്ന് നമ്മളെല്ലാം ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ന്യൂക്ലിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഐ തോട്ട് ഐ ഷുഡ് കൺവേ ദിസ് മെസ്സേജ് ടു ദ പബ്ലിക്. അതുകൊണ്ടാണ് ഞാൻ ഈ കർമ്മയോദ്ധ എന്നുള്ള സിനിമ ഇതുപോലെ എടുക്കാൻ കാരണം. ഈ പെൺകുട്ടികളോട് നടക്കുന്ന അനീതി, അതിൽ ആദ്യത്തെ വോയിസ് ഓവർ തന്നെ ഞാൻ കൊടുത്തിരിക്കുന്നത് ഭാരതം, സ്ത്രീയുടെ മാനം കാക്കാൻ യുദ്ധങ്ങൾ നടന്ന മണ്ണ്. ഇന്ന് അതേ സ്ത്രീയുടെ മാനം വിറ്റ് ജീവിക്കുന്ന ഒരു കൂട്ടം സമൂഹം. സത്യം പറഞ്ഞാൽ അതല്ലേ ഇന്ന് നടക്കുന്നത്. രണ്ടാനച്ഛനിൽ നിന്നും ഓടി ഒളിക്കുന്ന മക്കളെ കാണുന്നു. സേഫ്റ്റി ഇല്ല. പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കാണുന്നത്. സോ വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി. അപ്പം നിങ്ങളെപ്പോലുള്ള ഇതുപോലുള്ള യൂണിവേഴ്സിറ്റിയിലൊക്കെ എംപ്ലോയീസ് എന്ന് പറയുന്ന സമയത്ത് എന്നെക്കാട്ടിലൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കും. സോ യു ഓൾ ഷുഡ് തിങ്ക് ലൈക്ക് ദിസ്. ഈ കലാസാംസ്കാരിക സംഘടന വെറും കുറേ കോമാളിത്തരങ്ങൾ പറഞ്ഞ് പോവാതെ യു ഡിബേറ്റ് ഓൺ സർട്ടൻ തിങ്സ് ആൻഡ് ബ്രിങ് ഇറ്റ് ഔട്ട്. ആൻഡ് ഐ ക്യാൻ വിഷ് യു all the best for that, and I don't want to extend this talks too much. And thanks a lot for calling me and giving me an opportunity to come and talk to you all. Nice seeing you all. Thank you very much. Jai Hind.